Hello everyone. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബികോം ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പേപ്പറിൽ 6th ബ്ലോക്കിൽ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് നോർമലി എന്ത് പറയാൻ പറ്റും, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിന്റെ ഒക്കെ പ്രൈസസിൽ വരുന്ന ചേഞ്ചസ് ഓവർ ടൈം, അത് ടൈം ടു ടൈം അതിന്റെ ചേഞ്ചസ് എല്ലാം ട്രാക്ക് ചെയ്യാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ് പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ടിപ്പിക്കലി പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സിൽ ഒരു ബേസ് പീരീഡിലെ പ്രൈസ് എടുത്തിട്ട് അത് ബേസ് ചെയ്തിട്ട് പ്രൈസസും മറ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ് ഒക്കെ കമ്പയർ ചെയ്യുന്ന ഒരു രീതി, ഒരു മെത്തേഡാണ് പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സിൽ യൂസ് ചെയ്യുന്നത്. പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സിന്റെ മെയിൻലി 2 ടൈപ്പാണ് വരുന്നത്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പറും റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പറും. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ GDP റേറ്റ്സ്, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ, ഡീഫ്ലേഷൻ ചേഞ്ചസ്, അതൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ ഡാറ്റയിൽ എഫക്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ആ പ്രൈസസിലും കാര്യങ്ങളിലൊക്കെ എഫക്റ്റ് വരുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉതകുന്ന രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡെക്സ് നമ്പറാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. വേരിയസ് ഗവൺമെന്റ്സ് അവരുടെ ട്രേഡ് ആൻഡ് ഫിസ്ക്കൽ ആൻഡ് അതർ ഇക്കണോമിക് പോളിസീസ് ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ used in the delivery of raw materials, machinery, construction activities. ഇത്തരം കാര്യത്തിലൊക്കെ, ഇത്തരം ആവശ്യങ്ങൾ ഫീൽഡുകളിലൊക്കെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ മറ്റൊരു ടൈപ്പാണ് റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ. പേരിലുള്ള പോലെ തന്നെ പ്രൈസ് ലെവൽസിൽ വരുന്ന ചേഞ്ചസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കുന്നത്. റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുമ്പോൾ അത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സും, അങ്ങനെ രണ്ട് കാര്യങ്ങളും റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് മെത്തേഡ്സ് ഓർ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുന്ന മെത്തേഡ്സ് പറയുന്നുണ്ട്. സിമ്പിൾ ആൻഡ് വെയ്റ്റഡ് മെത്തേഡ് ആയിട്ട് വരുന്നുണ്ട്. സിമ്പിൾ മെത്തേഡും വെയ്റ്റഡ് മെത്തേഡും ഒന്നുകൂടി ഫെർദർ ഒരു സബ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അഗ്രിഗേറ്റ് ആൻഡ് ആവറേജ് റിലേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട്. സോ നമുക്ക് ആ മെത്തേഡ്സ് നോക്കാം. ഫസ്റ്റ് വരുന്നത് സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സ് ആണ്. അതായത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസിനും സെയിം ആയിട്ടുള്ള, തുല്യമായിട്ട് ഒരുപോലെ വെയിറ്റേജും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുന്ന ഒരു രീതിയാണ് സിമ്പിൾ ഇൻഡെക്സ് നമ്പർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ സിമ്പിൾ അഗ്രഗേറ്റ് മെത്തേഡും അതുപോലെ തന്നെ റിലേറ്റീവ് മെത്തേഡും വരുന്നുണ്ട്. സിമ്പിൾ അഗ്രഗേറ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ ഇൻഡെക്സ് വാല്യൂ കാണുന്നത് P01 is equal to sigma P1 divided by sigma P0 into 100 എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ P1 എന്ന് പറയുമ്പോൾ കറന്റ് ഇയർത്തെ ഫൈനാൻസ് കമ്പോണന്റിന്റെ പ്രൈസും, P0 എന്ന് പറയുന്നത് ബേസ് ഇയർ, നമ്മൾ ഒരു ബേസ് ഇയർ എടുത്ത് കാണും, ആ ബേസ് ഇയറിന്റെ പ്രൈസുമാണ് P0 എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 1991 ഒരു കമ്മോഡിറ്റിന്റെ പ്രൈസസ് തന്നു. ABCD എന്ന് പറയുന്ന 4 കമ്മോഡിറ്റീസിന്റെ പ്രൈസസ്. സോ നമ്മളത് പ്രൈസ് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മോഡിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കോളം വരച്ചിട്ട് ABCD കൊടുക്കുന്നു. പിന്നെ പ്രൈസസ് 1990, അതായത് 90ത്തെ പ്രൈസിന് നമ്മൾ P0 ആയിട്ടും 91ലെ പ്രൈസിന് P1 ആയിട്ടും കൺസിഡർ ചെയ്യുന്നു. P0 എന്ന് പറയുന്നത് ബേസ് ഇയർ ആയിട്ടും P1 എന്ന് പറയുന്നത് കറന്റ് ഇയർ ആയിട്ടും. സോ അത് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നു. എൻ്റെത് 1990 160യും ദെൻ P1 170 വരുന്നു, B258 165 വരുന്നു. അങ്ങനെ ആഡ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ കോളം കംപ്ലീറ്റ് ചെയ്തിട്ട് അത് എന്താണ് സം ചെയ്യുക, അതിന്റെ സിഗ്മ ടോട്ടൽ വാല്യൂ കാണണം. സോ 1990 P0 നോക്കുമ്പോൾ 160 പ്ലസ് 258 പ്ലസ് 250 പ്ലസ് 139 ടോട്ടൽ 807 എന്നും പ്രൈസ് 807 എന്നും P1ന്റെ ടോട്ടൽ ചെയ്യുമ്പോൾ 669 എന്നും കിട്ടുന്നു. ഇവിടെ നമുക്ക് കാണാനുള്ള ഇക്വേഷൻ P01 = sigma P1 divided by sigma P0 into 100. സോ 669 ഡിവൈഡഡ് ബൈ 807 into 100 ചെയ്യുമ്പോൾ നമുക്ക് 82.90 ആയിട്ട് P0 കിട്ടുന്നു. ഇങ്ങനെയാണ് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് നമ്മൾ ആൻസർ ചെയ്യുക. സിമ്പിൾ നമുക്ക് ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഈ ഒരു സിമ്പിൾ മാത്തമാറ്റിക്കൽ ടൂൾസ് വെച്ചിട്ട് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫോർമുല വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് സിമ്പിൾ ആവറേജ് റിലേറ്റീവ് മെത്തേഡ് ആണ്. പ്രൈസ് റിലേറ്റീവ്സ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് ആർ കമ്പ്യൂട്ടഡ് ഫസ്റ്റ് ഇൻ ദിസ് മെത്തേഡ്. ഈ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ദിസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ഈച്ച് കമ്മോഡിറ്റീസ് കറന്റ് ഇയർ പ്രൈസ് ബൈ ഇറ്റ്സ് ബേസ് ഇയർ പ്രൈസ് ആൻഡ് മൾട്ടിപ്ലൈയിങ് ദ ക്വസ്റ്റ്യൻ ബൈ 100 എന്നുള്ള രീതിയിൽ തന്നെയാണ് സിമ്പിൾ ആവറേജ് റിലേറ്റീവ് മെത്തേഡിലും നമ്മൾ പ്രൈസ് ഇൻഡെക്സ് ചെയ്യുന്നത്.
ദെൻ നെക്സ്റ്റ് ഒരു മെയിൻ ക്ലാസിഫിക്കേഷൻ വന്നത് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ് ആണ്. വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ആ ഒരു ഇൻഡെക്സേഷനിൽ വരുന്ന ഓരോ ഐറ്റത്തിനും ഒരു കൃത്യമായ രീതിയിൽ ഒരു വെയിറ്റേജ് കൊടുത്തിട്ട് വെയിറ്റേജ് അസൈൻ ചെയ്തിട്ട് ഇൻഡെക്സ് ചെയ്യുന്ന രീതിയാണ് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സിൽ വരുന്നത്. ഇതിലും തന്നെ വെയ്റ്റഡ് അഗ്രിഗേറ്റ് ഇൻഡെക്സ് നമ്പറും ഉണ്ട്, വെയ്റ്റഡ് റിലേറ്റീവ് ഇൻഡെക്സ് നമ്പറും ഉണ്ട്. വെയ്റ്റഡ് അഗ്രിഗേറ്റ് ഇൻഡെക്സ് നമ്പേഴ്സിൽ വരുന്നതാണ് ലാസ്പിയേഴ്സ് മെത്തേഡ്, പാഷേഴ്സ് മെത്തേഡ്, അതുപോലെ തന്നെ ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡ്, മാർഷൽ എജ്വർത്ത് മെത്തേഡ്, കെല്ലീസ് മെത്തേഡ്. ഇങ്ങനെ 5 മെത്തേഡ്സ് ആണ് നമുക്ക് വെയ്റ്റഡ് അഗ്രിഗേറ്റ് ഇൻഡെക്സ് നമ്പേഴ്സിൽ വരുന്ന മെത്തേഡ്സ്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ആണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുമ്പോൾ it measures changes in the cost of goods and services purchased by households. നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വരുന്ന അതിന്റെ കോസ്റ്റിൽ വരുന്ന ചേഞ്ചസിനെയാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പറിൽ മെഷർ ചെയ്യുന്നത്. ചേഞ്ചസ് ഹാവ് ആൻ ഇമ്പാക്ട് ഓൺ അത് ഇത്തരം വരുന്ന ചേഞ്ചസ് കൺസ്യൂമേഴ്സിന്റെ റിയൽ പർച്ചേസിംഗ് പവറിലും അതുപോലെ തന്നെ അവരുടെ ഏർണിങ്സ് ആൻഡ് വെൽബീയിങ്ങിലൊക്കെ ഈ ഒരു പ്രൈസ് കോസ്റ്റ് ചേഞ്ചസിന് എഫക്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ പറയുന്നത്. ഈ ഒരു ഇൻഡെക്സ് നമ്പറിംഗ് മെത്തേഡ് പ്രകാരം ഇത്തരം കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പറിലേക്ക് ജനറലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 5 തിങ്സ് അല്ലെങ്കിൽ 5 ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് ആണ്. ദാറ്റ് ഈസ് ഫുഡ്, ക്ലോത്തിങ്, ഫ്യൂവൽ ആൻഡ് ലൈറ്റിംഗ്, ഹൗസിംഗ്, ദെൻ അല്ലാത്ത മിസ്സലേനിയസ് ആയിട്ടുള്ള മറ്റ് ഐറ്റംസ് ആണ് നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന അതിൽ വരുന്ന മേജർ ഗ്രൂപ്പ്സ് ആയിട്ട് വരുന്നത്. ദെൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പറിന്റെ യൂസസ് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പർ ആണ് ഡിയർനെസ് അലവൻസസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു രീതിയിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. ഡിയർനെസ് അലവൻസസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ വേജ് പോളിസി, ടാക്സേഷൻ പോളിസി ആൻഡ് അതർ എക്കണോമിക് ഇഷ്യൂസിലെല്ലാം കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗപ്രദമാവുന്നുണ്ട്. Then it is used to measure ഒരു പണത്തിന്റെ പർച്ചേസിംഗ് പവർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഹെൽപ്ഫുൾ ആണ്. ദെൻ ലൈക്ക്വൈസ് ഇറ്റ് ഈസ് എംപ്ലോയിഡ് ഇൻ ഇൻകം ആൻഡ് വാല്യൂ ഡിഫ്ലേഷനിലും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ യൂസസ് വരുന്നത്. മറ്റൊരു ഇൻഡെക്സിംഗ് ആണ് ചെയിൻ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ഇത് പ്രകാരം ആദ്യം നമ്മൾ ഈ ഫിഗേഴ്സ് ഓരോ വർഷത്തിന്റെയും ഫിഗേഴ്സ് പ്രിസീഡിങ് ഇയറിന്റെ മുമ്പത്തെ വർഷത്തിൽ നിന്നും പെർസെൻറ്റേജ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതിന്റെ സ്റ്റെപ്സും പ്രോബ്ലം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ പ്രിസീഡിങ് ഇയറിന്റെ പെർസെൻറ്റേജ് ആയിട്ട് വെച്ചിട്ട് ദെൻ സക്സസീവ് മൾട്ടിപ്ലിക്കേഷനിലൂടെയാണ് ചെയിൻ ഇൻഡെക്സ് നമ്പർ നമ്മൾ ഉണ്ടാക്കുന്നത്. സോ ഇവിടെ ഇയർ 2010 to 2016 വരെയും അതിൽ വന്നിട്ടുള്ള കമ്മോഡിറ്റിന്റെ പ്രൈസും തന്നു. നമ്മുടെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇയേഴ്സ് 2010, 11, 12, 13, 14, 15, 16 അങ്ങനെ ഇയേഴ്സ് കൊടുക്കും. പ്രൈസസും ഓരോന്നിന്റെ കറസ്പോണ്ടിങ് പ്രൈസസ് വെക്കും. ദെൻ ലിങ്ക് റിലേറ്റീവ് നമുക്ക് കാണണം. സോ ഇവിടെ 2010-ൻ്റെത് 100 ആക്കിയിട്ട് നമ്മൾ എടുക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് 2011 കാണുമ്പോൾ 2011 വന്നിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 50 ആണ്. 50 ഡിവൈഡഡ് ബൈ 2011 പ്രിസീഡിങ് ഇയർ ആണ് മുമ്പത്തെ ഇയർത്തെ പ്രൈസ് പറയുന്നത് എത്രയാണ്? പ്രൈസ് ഇൻ 2010 75. അപ്പോൾ 2011 ലിങ്ക് റിലേറ്റീവ് എന്ന് പറയുന്നത് 50 ഡിവൈഡഡ് ബൈ 75 ഇൻറ്റു 100. സോ 66.667 കിട്ടും. ദെൻ 2012 വരുമ്പോൾ അവിടെ ലിങ്ക് റിലേറ്റീവ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് 2012 പ്രൈസ് ആയിട്ടുള്ള 65 ഡിവൈഡഡ് ബൈ അതിന്റെ മുമ്പത്തെ വർഷം അതായത് 2011 പ്രൈസ് ആയിട്ടുള്ള 50 പ്രിസീഡിങ് ഇയർ മുമ്പത്തെ വർഷം എടുത്തിട്ടാണ് ഓരോന്നും കാണാം. സോ 2012 വരുമ്പോൾ 65 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100 130 എന്ന് കിട്ടും. ദെൻ അങ്ങനെ ഓരോന്നും 2013, 14, 15, 16 എല്ലാം ചെയ്യും. 2016 ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? 16 പ്രൈസ് 69 ആണ് ഡിവൈഡഡ് ബൈ അതിന് മുമ്പത്തെ വർഷമായിട്ടുള്ള 15 പ്രൈസ് 70. സോ 69 ഡിവൈഡഡ് ബൈ 70 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 98.57 കിട്ടും. ഇനി ലിങ്ക് റിലേറ്റീവ്സ് കണ്ടിട്ട് നമുക്ക് ഇനിയാണ് ചെയിൻ ഇൻഡൈസസ് കാണാം. ചെയിൻ ഇൻഡൈസസ് കാണുമ്പോൾ 2010 ഇവിടെയും 100 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ 2010 100 എന്ന് വെക്കുന്നു. ദെൻ 2011 ലിങ്ക് റിലേറ്റീവ് ആയിട്ട് നമുക്ക് 66.67 കിട്ടി ഇൻറ്റു
നമ്മൾ 2000 അതിന് മുമ്പത്തെ വർഷത്തെ ഇൻഡെക്സ് നമ്മൾ 100 എടുത്തില്ലേ, അതിനെ 100 കൊണ്ട് ഇൻഡു ചെയ്ത് ഡിവൈഡഡ് ബൈ 100, അത് കോൺസ്റ്റന്റ് ആണ്, എല്ലാത്തിനും ഡിവൈഡ് ചെയ്യേണ്ടത് 100 കൊണ്ടാണ്. സോ ചെയിൻ ഇൻഡെക്സ് നമ്പർ ആണ് 66.67 തന്നെയായിരിക്കും. ഇൻറ്റു 100 ആൻഡ് ഡിവൈഡഡ് ബൈ 100 അറിയുമ്പോൾ സെയിം ആയിട്ടാണ് വരും. ദെൻ 2012 പോകുമ്പോൾ അവിടുത്തെ ലിങ്ക് റിലേറ്റീവ് ആയിട്ട് നമുക്ക് 130 കിട്ടി. 130 ഇൻറ്റു അതിന് മുമ്പത്തെ വർഷം, അതായത് 2012 കേട്ടോ, 2012 നമുക്ക് 130 ആണ്. 130 ഇൻറ്റു 2011 വന്ന് 66.67 കൊണ്ട് 130 ഇൻറ്റു ചെയ്തിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2012 കിട്ടും. അതുപോലെ തന്നെ 2013, 14, 15, 16 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നിന്റെ വാല്യൂ കിട്ടും. 16 16 ലിങ്ക് റിലേറ്റീവ് ആയിട്ടുള്ള 98.57 ഇൻറ്റു 2016 മുമ്പ് 2015 വന്നിട്ടുള്ള 97.22 മീൻസ് അതിന്റെ ആൻസർ കിട്ടിയത് കേട്ടോ. 93.33 ഇൻറ്റു ചെയ്തിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 92 കിട്ടും. ദെൻ അങ്ങനെയാണ് ചെയിൻ ഇൻഡൈസസ് കാണുന്നത്. ഫസ്റ്റ്ലി നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇയറും പ്രൈസും വെക്കുന്നു, ലിങ്ക് റിലേറ്റീവ്സ് കാണുന്നു, പ്രീവിയസ് ഇയർ ഇട്ടതിന് കറന്റ് ഇയർ ഡിവൈഡ് ബൈ പ്രീവിയസ് ഇയർ എന്നുള്ള രീതിയിൽ കണ്ടിട്ട് 100 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് കാണുന്നു. ദെൻ നമ്മൾ ചെയിൻ ഇൻഡൈസ് കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തത് 100 തന്നെ എടുത്തു. നെക്സ്റ്റ് വരുമ്പോൾ അവിടുത്തെ ലിങ്ക് റിലേറ്റീവ് ഇൻറ്റു മുമ്പത്തെ വർഷത്തെ ചെയിൻ ഇൻഡൈസ് എന്താണോ അതുകൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ നമ്മൾ 2012, 13, 14, സോ 14 നോക്കുന്നത് ആക്ച്വലി 2014 തന്നെ ലിങ്ക് റിലേറ്റീവ് ആയിട്ടുള്ള 120 ഇൻറ്റു അതിന് മുമ്പത്തെ വർഷം 2013 നമുക്ക് കിട്ടിയ ഇൻഡെക്സ് 80 ആണ്. സോ 120 ഇൻറ്റു 80 ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ ഇവിടെ 96 വന്നു. 2015 93.33 2016 92 വന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ ഇൻഡെക്സ് നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മൾ ഫിക്സ്ഡ് ബേസ് പീരീഡും അല്ലെങ്കിൽ ചെയിൻ ബേസ് മെത്തേഡ്, ചെയിൻ ബേസ്ഡ് ആയിട്ടും ഫിക്സ്ഡ് ബേസ് ആയിട്ടും ചെയ്യുമ്പോൾ ഡിഫറൻസസ് ആണ്. സോ ഫിക്സ്ഡ് ബേസ് ആൻഡ് ചെയിൻ ബേസ് നമ്മൾ രണ്ടായിട്ട് കമ്പാരിസൺ ചെയ്യാണ്. ഫിക്സ്ഡ് ബേസിൽ നോക്കുമ്പോൾ ബേസ് ഇയർ ഫിക്സ്ഡ് ആക്കാരം. ദെൻ ചെയിൻ ബേസ്ഡ് ആകുമ്പോൾ ബേസ് ഇയർ ഫിക്സ്ഡ് ആവില്ല, അതിന് മുമ്പത്തെ വർഷത്തെ എടുക്കുക എന്നുള്ളതാണ്, അതൊരു ഫിക്സ്ഡ് ബേസ് പീരീഡ് ഉണ്ടാവില്ല. ദെൻ ഫിക്സ്ഡ് ബേസിലാകുമ്പോൾ ബേസ് പീരീഡ് ആർബിട്രറിലി ചൂസൺ ആക്കാരം. ചെയിൻ ബേസ്ഡ് ആകുമ്പോൾ എനി പീരീഡ് ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിംഗ് ദ കറന്റ് പീരീഡ് എന്നുള്ള രീതിയിലാണ്. ഫിക്സ്ഡ് ബേസ് മെത്തേഡിലാകുമ്പോൾ ഫിക്സ്ഡ് ആയിട്ടൊരു ബേസ് പീരീഡ് ഉള്ളതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ഈസി ആക്കാരം. അതുപോലെ തന്നെ ചെയിൻ ബേസ്ഡ് വരുമ്പോൾ അത് കമ്പാരിറ്റീവ്ലി ഇച്ചിരി ഡിഫിക്കൽട്ട് ആവും. ദെൻ ഫിക്സ്ഡ് ബേസ് പീരീഡ് കുറച്ച് റിജിഡ് ആയിട്ടാണ്, അതേസമയം നമ്മൾ ചെയിൻ ബേസ്ഡ് ആകുമ്പോൾ അത് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് വരുന്നുണ്ട്. ഫിക്സ്ഡ് ബേസിലാകുമ്പോൾ ഇറ്റ് ഡസ് നോട്ട് ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ ടു അഡ്ജസന്റ് പീരീഡ്സ്, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെങ്കിൽ നമ്മൾ ചെയിൻ ബേസ്ഡ് മെത്തേഡിലേക്ക് വരുമ്പോൾ എന്താണ് അവരുടെ ഒരു കമ്പാരിസൺ പോസിബിൾ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിക്സ്ഡ് ബേസ്ഡിലാകുമ്പോൾ സീസണൽ വേരിയേഷൻസ് അതിൽ ഹെവിലി എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേസമയം ബേസ് പീരീഡ് മെത്തേഡിലാകുമ്പോൾ ഇങ്ങനെ സീസണൽ വേരിയേഷൻസ് അധികം എഫക്ട് ചെയ്യാത്ത രീതിയിലാണ്. ഫിക്സ്ഡ് ബേസ് പീരീഡ് ആണ് നമുക്ക് ലോങ് പീരീഡിലേക്ക് സൂട്ടബിൾ ആയിട്ട് വരിക. അതേസമയം ഷോർട്ട് പീരീഡിലേക്കാണെങ്കിൽ ഏറ്റവും നല്ലത് ചെയിൻ ബേസ്ഡ് മെത്തേഡ്സ്, ഇൻഡെക്സ് നമ്പറിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഫിക്സ്ഡ് ബേസ് മെത്തേഡും ചെയിൻ ബേസ്ഡ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പ്രൈസ് ഇൻഡെക്സ് എന്താണെന്നും അതിന്റെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സും അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സിഗ്മ P1 ഡിവൈഡ് ബൈ P0 × 100 എന്നുള്ള ഇക്വേഷൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സിന്റെ ഒക്കെ എന്താണ് അതിന്റെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ദെൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും ചെയിൻ ഇൻഡെക്സ് നമ്പേഴ്സും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ താങ്ക് യു ഓൾ, ഹാവ് എ നൈസ് ഡേ.